ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് മുഹറം 10-ൻ്റെ നോമ്പുതുറയുടെ ചെറിയ വിശേഷങ്ങളായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ ഇരട്ടി പണിയിട്ട് മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടി ആകെ കുടുങ്ങിയിരിക്കണ്. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കണ എപ്പോഴും ഇല്ല, നമ്മളെപ്പോഴെങ്കിലുമൊക്കെ നന്നായിട്ട് കെട്ടിടുമ്പോൾ വാസ്ലീൻ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് കെട്ടുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മുടി ഒന്ന് വാർന്നാൽ മതി, പെട്ടെന്ന് കെട്ടിറ. അപ്പോൾ നമ്മളെ മുടി തോനെ കൊഴിഞ്ഞു പോവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ കെട്ടിറക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ഇറങ്ങിയേക്കാം കേട്ടോ. ഈ തക്കാളി പോയിട്ടണ്ടേ? ആ, ഇതെന്താ? പച്ചമുളകും. താങ്ക് യു. നിങ്ങൾ പോയി കളിച്ചോളിട്ടാ. ബൈ ബൈ. ആ, പോയിക്കോളി. അങ്ങനെ വേഗം പോകാൻ പറഞ്ഞാൽ പോണ കൂട്ടത്തിലൊന്നല്ല കേട്ടോ ഞങ്ങൾ. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ പണിക്ക് നിന്ന് ചിക്കൻ കറി വെക്കാനാണ് പ്ലാന്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒരു കയ്യപ്പത്തം നറ്റിക്കരുത്, ഉള്ളിയൊന്നും വീണ കണ്ടില്ല, പിന്നെ കട്ടിമ്പോടാണ് കണ്ടത്. അങ്ങനെ ഇതാ ഞാൻ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയം കൊണ്ട് കണ്ടില്ല ഗൈസ്. ഇതാണ് ഇവരുടെ പരിപാടി. ഇറങ്ങി ആ ഫാൻ്റൊക്കെ നഞ്ഞിക്കണ ഇറങ്ങി. അതാ പിന്നെ അവർ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ടോയ്സ് എടുത്ത് ഒരു ഭാഗത്താക്കിയതിന് ശേഷം കേട്ടോ ഞാൻ നെക്സ്റ്റ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ തക്കാളി അയക്കുന്നല്ല വീണെന്ന് ഇങ്ങനെ ഇടങ്ങണ്ണിട്ട് നോക്കുകയാണ്, നേരത്തെ പോലെ പനി പാലണ്ട വെച്ചിട്ട്. ഇത് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ആട്ടോ, ഞാൻ അതിൽ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ നേരത്തെ തന്നെ കഴുകി വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പൊടികളൊക്കെ ഇടുകയാണ്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ ചിക്കൻ മസാല ഇട്ടിട്ടാണ്. ഇതിൽ കാണിക്കുന്ന അളവിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, 1 സ്പൂൺ വെച്ചിട്ടാ. അങ്ങനെ ഇതാ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നൊന്ന് വയറാൻ വേണ്ടി. കാരണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഒരു ഡ്രൈ ആയ പോലെ തോന്നും മസാല. അപ്പോൾ ഒന്ന് ഇതാൻ വേണ്ടി തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ആ മസാലയിൽ തന്നെ ആ ചിക്കൻ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ കറിക്ക് ഇത്ര ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഒന്നും കണ്ട് ചിക്കനൊക്കെ ഇങ്ങോട്ട് റെഡി ആയതിന് ശേഷം ഞാൻ കുറച്ച് ചുടുവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുത്തത്. കുറച്ച് ഓവറായിട്ടില്ല, ഒരു മാക്സിമം ആ ഒരു ചിക്കൻ്റെ ഒപ്പം തന്നെ ആയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ചിക്കനും വെള്ളം ഇറങ്ങുമല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ അതൊക്കെ ഇതാ വെന്ത് സെറ്റായപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ചേർക്കുക കേട്ടോ. തേങ്ങ വറുത്തരച്ചൊക്കെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തൂമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം വാട്ടി വെച്ചതായതുകൊണ്ട് തന്നെ ഞങ്ങൾ തൂമിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇതാ കറി സെറ്റായിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ കറി വെക്കാറെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് പ്ലാന് പഴം പൊരിക്കണം. അപ്പോൾ ഇതാ മാവൊക്കെ സെറ്റാക്കി അതങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൈദ കൂടുതൽ ഉപയോഗിക്കലില്ല, ഗോതമ്പ് പൊടി കേട്ടോ. കാരണം മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയിലാണ് പിന്നെ പഴം പൊരിക്കാറ്. ഇനിയിപ്പോൾ ഇതാ ഹെൽത്തായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉള്ളിയും ഒരു ഉള്ളി, ഒരു ഉരുളങ്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കൻ്റെ ഒരു പകുതി, ഒരു കഷ്ണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ചതിന് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അടിച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ഇതിന് മുന്നേ ഇത് സ്ലിപ്പായി പോയിക്കണേ. അതേപോലെ ഇതിലേക്കൊക്കെ ഒരു അര ടീസ്പൂണും ഇല്ല, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ ചിക്കന് നന്നായിട്ടൊന്ന്, നമ്മൾ ഈ കറിയിൽ നിന്ന് എടുത്ത ചിക്കൻ തന്നെ കേട്ടോ, അല്ലാതെ വേറെ ഫ്രൈ ചെയ്തതോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് കറിയിലത്തെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്താട്ടോ, അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അത് നന്നായിട്ടൊന്ന് എല്ലാതും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ മസാല. ഇനിയിപ്പോൾ ഇതിക്കൊരു ബാറ്റർ റെഡിയാക്കാണ്ട് കേട്ടോ. ഞാൻ മൈദ കൊണ്ട് മാത്രമായിട്ടുള്ള ബാറ്ററല്ല ഇതിൽ പച്ചരി കേട്ടോ. കാരണം രാവിലെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ദോശ ചുടുന്ന മാവിന്ന്
മാറ്റി വെച്ചാട്ടോ. വേറെ ഒന്നുമില്ല, പച്ചരി അരച്ചത് മാത്രമാണ് രാവിലെ വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്ത് തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദയും 1 കോഴിമുട്ടയും കുറച്ച് ഉപ്പും ഇത് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താട്ടോ. വേറെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ ബ്രെഡ് പോള പോലെ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഹെൽത്തായിട്ടുള്ള ഒരു സ്നാക്ക്, കാരണം അധികം ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഓവർ മൈദ ഇട്ടിട്ടോ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നമുക്കായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്നാക്കാട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നെക്സ്റ്റ് ഞാൻ ദോശ പോലെ ഇങ്ങനെ പാർന്നിട്ട് അതിൻ്റെ മുകൾക്ക് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു കേക്ക് മോഡൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോള മോഡൽ ആക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പത്തെ ബുദ്ധിക്ക് അങ്ങോട്ട് ചെയ്താട്ടോ. അങ്ങനെ പിന്നെ ഇതാ നാരങ്ങ കേട്ടോ. ഇനി നെക്സ്റ്റ് നാരങ്ങ വെള്ളം. നോമ്പുണ്ടോ മസ്റ്റാണ് നാരങ്ങ വെള്ളം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതാ സംഭവം ഇതട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു കുറവ് നമ്മളിപ്പോൾ പോള കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ്, എന്നാൽ അത്ര ഇൻഗ്രീഡിയൻസ് ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക, അറേഞ്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് വന്നിരിക്കുകയാണ് കുട്ടികളായിട്ട്. അപ്പോൾ മോളിതാ കളിക്കാൻ പോവുക കേട്ടോ. ബാങ്ക് കൊടുക്കാനായിക്കണ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുക കേട്ടോ. അങ്ങനെ ഇതാ പുറത്ത് ഞങ്ങളുടെ റോട്ടിൽ ഒരു പോസ്റ്റ്മാൻ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തിയാൽ എൻ്റെ മോള് ഇവിടെ എത്തും കേട്ടോ. അതാണ് ഓൾക്കുള്ള സിഗ്നൽ. സമയമായ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെല്ലാം പലഹാരങ്ങളുണ്ടോ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തണം. എന്നാൽ ഒരു വർഷം മുഴുവൻ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓവറായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു നോമ്പ് തുറയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. പുതിയ ഞങ്ങളുടെ വിശേഷമായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.